ഹായ്, നമുക്കിട്ടൊരുത്തൻ ചൊറിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവനെ ഒന്ന് മന്തിയാലോ? ചുമ്മാ ഒരു രസം. എനിക്ക് കുറച്ച് ക്ലിപ്സാണ് കിട്ടിയത്. ഐ ഡോണ്ട് വാണ്ട് ടു ഷോ ഹിം യുവർ ഫേസ്, ബട്ട് അവനിക്കും മനസ്സിലാകും ഏകദേശം ഞാൻ മറുപടി കൊടുക്കുന്നത് ആർക്കാണെന്ന്. അല്ല, ഇനിയിപ്പോൾ എന്തിനാ സസ്പെൻസ് ഒന്നും വേണ്ട. ഇത് വെപ്പാട്ടനിക്കാണ്. വെപ്പാട്ടന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് നമ്മുടെ നാട്ടിൽ. ഏതായാലും ആ വെപ്പാട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. കുറച്ച് ലെങ്തിയാണേ, സോറി. അതങ്ങനെ പറ്റുള്ളൂ, അതങ്ങനെ പാടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് തുടങ്ങാമെടാ. തുടങ്ങടാ കോന്താ, നീ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, എനക്ക് മറുപടി റെഡി. തുടങ്ങ. 2000 രൂപയൊക്കെ ഇട്ട് കൊടുത്ത് ഭയങ്കര പ്രോത്സാഹനമാണ് കൊടുക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ആ പണം നിങ്ങളുടെ മക്കൾക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ കൊടുക്കുകയാണെങ്കിൽ, അതും ഈ റമദാൻ മാസത്തിൽ, അവർ ആ കിട്ടുന്ന പൈസ വാങ്ങിച്ച് എൻ്റെ മകൻ തന്നതാണല്ലോ, അതല്ലെങ്കിൽ എൻ്റെ ബ്രദർ തന്നതാണല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ ഇത്തരം രീതിയിൽ റമദാൻ മാസത്തില് പൈസ അയച്ചു കൊടുത്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് അവൻ്റെ ആ വർത്തമാനം. അല്ലടാ, നിനക്ക് ഇവിടെ കുരു കിട്ടുന്നു, നിനക്ക് എന്തി? അവരെനിക്ക് പൈസ അയച്ചെന്നാ നിനക്ക് ഇവിടെ നോവുന്നു? അതെല്ലാം പൊട്ട്. നീ നിന്റെ ഉമ്മാക്കും പാപ്പാക്കും വല്ലതും കൊടുക്കാറുണ്ടോ? ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് തള്ളയ്ക്കും തന്തയ്ക്കും 10 പൈസ കൊടുക്കാത്ത അലവലാതി തക്കാളിയാണ് നീ എന്ന്. എന്നിട്ടാണോ നീ നാട്ടുകാരെ ഉപദേശിക്കടാ? ആദ്യം സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും പ്രോപ്പറായിട്ട് കൊണ്ടുപോവാ, എന്നിട്ട് വേണ്ട നാട്ടുകാരെ തലയിലോട്ട് കയറാൻ. ആട്ടെ, നീ മഹർ കൊടുത്ത് കെട്ടിയ ആ നിന്റെ ഭാര്യയുടെ അവസ്ഥ എന്താണ്? ഓളെ ഒരു ടിന്ന് ഫോമിൽ കൊണ്ടിട്ടിട്ടാണ് വലിയ വായ്ത്താളം പറയണത്. ആ പോട്ടെ, എന്തെങ്കിലുമൊക്കെ വിചാരിച്ചോട്ട് പോട്ടെ. റമദാൻ മാസത്തിൽ കറങ്ങി തിരിഞ്ഞ് നടന്ന് നോമ്പ് പോലും അനുഷ്ഠിക്കാതെ മക്കളെ കൊണ്ട് നടന്ന് മറ്റ് ഹോട്ടൽ, പാരഗൺ പോലെയുള്ള ഹോട്ടലുകളിലൊക്കെ കയറി റമദാൻ മാസത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതികളൊക്കെ ഞാൻ ഇപ്പൊ കണ്ടു. അപ്പൊ എന്തായാലും യുക്തിവാ. അല്ല മലരെ, നീ എൻ്റെ കൂടെയാണ്. പാരഗൺ ഹോട്ടൽ എന്ന് പറയുമ്പോൾ അതെവിടെ ആയിട്ട് വരും? ഇവൻ വിചാരിക്കണേ ഞാൻ കോഴിക്കോടുണ്ടെന്ന്. ശഭാ എടാ, പന്ന PWD തക്കാളി മോനെ, ഐ ആം നോട്ട് ദെയർ ഇൻ ദ കോഴിക്കോട്. ഞാൻ ഇവിടെ തിരുവനന്തപുരത്താണ് ഉള്ളത്. ഇവിടെ ഇവിടുത്തെ പണി തീർന്നില്ല. ഇവിടെ നമ്മൾ തുടങ്ങി വെച്ച ചില കാര്യങ്ങളുടെ ഒരു എൻഡിങ് പോയിന്റിൽ നിൽക്കുന്നതുള്ളൂ. അതൊന്നും ഉണ്ടാക്കാതെ എനിക്ക് അങ്ങോട്ട് കോഴിക്കോടേക്ക് വരാക്കത്തില്ല. ആ യുമീനെ ഞാൻ അവിടെ നിന്ന് റിക്കോർഡ് എടുത്തത്. എൻ്റെ ചാത്തന്മാരെ ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെ ചാത്തന്മാരെ കോളവയിൽ അവർ കാര്യങ്ങൾ ഇങ്ങനെ എത്തിക്കും. ഇത് വെയിറ്റ് ചെയ്. വടി വെട്ടുന്നതിന് മുമ്പേ നിലവിളിക്കുന്ന ഒരു പ്രാന്തൻ. ഡോക്ടർ ആരിഫ് ഹുസൈന്റെ വീട്, അത് കൃത്യമായിട്ട് തന്നെ ആ വീടിന്റെ എല്ലാ ഭാഗങ്ങളും, നമ്മൾ സാധാരണ ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് എന്നുള്ള ആ വീഡിയോകളൊക്കെയാണ് ഒരു വീടിന്റെ എല്ലാ ഭാഗങ്ങളും കാണിക്കുക. അപ്പൊ അത്തരം രീതിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് ആരിഫ് ഹുസൈന്റെ വീടാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് വയറ്റിലാക്കലാണ് പരിപാടി എന്ന് ആ പെണ്ണുമ്പിള പറഞ്ഞ് 2 വട്ടം വയറ്റിലാക്കി കൊടുത്തിട്ട് ചെലവിന് കൊടുക്കാത്തെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു വരുന്നത് മൊത്തം രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇവൻ കണ്ടത് അറ്റവും മൂലയാണ്. എടാ, അത് മലയാളം അറിയത്തില്ലല്ലയോ, വായനയും എഴുത്തുമായനൊന്നും പഠിച്ചിട്ടില്ല. അതിന്റെ കുഴപ്പ. എഴുത്തുമായനയും പഠിച്ചെങ്കിൽ നിനക്ക് ഈ കൺഫ്യൂഷൻ വരത്തില്ലായിരുന്നു. ഹാർപ്പിക്കിന്റെ വീട്, ഹാർപ്പിക്കിന്റെ മുൻപത്തെ വീടോ പിൻപത്തെ വീടോ എന്ത് കുന്തായാലും ഞാൻ അവിടെ ലാൻഡായി എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമായില്ലേ? ഇനി അതെല്ലാം പോട്ട്. എടാ, ഞാൻ കോന്നിന്നല്ലേ തുടങ്ങിയത്? എൻ്റെ പെണ്ണുമ്പിള എന്നും പറഞ്ഞ് തീ ഇപ്പൊ കൊണ്ട് നടക്കുന്നത് നിന്റെ വെപ്പാട്ടി. സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് തൊട്ടല്ലേ ഞാൻ തുടങ്ങിയത്. ഞാൻ അങ്ങനെയാണ്. ഇൻവെസ്റ്റിഗേഷണൽ ജേർണലിസം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ജനിച്ചത് എവിടെ, മൗത്തായത് എവിടെ, ഇത് അത്രയും എഴുതി വെച്ചാലേ ഞങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്ന സംഗതി അവർ അപ്രൂവ് ചെയ്യണമെങ്കിൽ A to Z കാര്യങ്ങൾ അതിനകത്തുണ്ടാണ്. എവിടെ ജനിച്ചു, എത്ര മണിക്ക് ജനിച്ചു, എന്താണ് ജാതകം, A to Z എഴുതണം. അപ്പൊ തുടങ്ങി. അവൻ വിറ്റ വീടാണെന്നുള്ളതൊക്കെ എനിക്കറിയാം. അതൊക്കെ നീ പറഞ്ഞോണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് പറയുമെന്ന് വിചാരിക്കണ്ട. ഏതായാലും ഞാൻ ലോഗോ ഒരെണ്ണം എൻ്റെ തംബ്നെയിൽ വെച്ചിട്ടുണ്ട്. ഓനോട് അതൊന്ന് ചോദിക്കുക, അതെന്താണെന്ന് അറിയോന്ന്, അതെന്താ സാധനമാണെന്ന് ഓനറിയോന്ന് ചോദിക്കും. എനിക്കറിയാം, വേറെ ചിലർക്കും അറിയാം. ഓനറിയുമല്ലോ എന്ന് നീ ചോദിച്ചൊന്ന് മനസ്സിലാക്കിയാൽ നിനക്ക് മനസ്സിലാവും. അവിടെ ചാത്തന്മാർ, എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ചാത്തന്മാരെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ചാത്തികളെ അവരുമാര് കൊണ്ടുതരും.
അത് പോട്ടെ, നിനക്കിട്ടതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തത് കേൾക്കാം. പറയടാ, പറ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഒരു വിഡ്ഢിയാണ്. വിഡ്ഢി എന്ന് പറഞ്ഞാൽ ചെറിയ വിഡ്ഢിയല്ല, പമ്പര വിഡ്ഢി. പക്ഷെ അങ്ങനെയും പറയാൻ കഴിയില്ല. കാരണം ഇവരാളൊരു കാഞ്ഞ വിത്ത. കാരണം തിരുവനന്തപുരത്ത് നിന്ന് എടാ, നീ ഏതിലെങ്കിലും ഒന്നിലും ഉറക്കടാ. ഞാൻ നിനക്ക് മനസ്സിലാക്കുന്ന പശ ഒരെണ്ണം പ്ലേ ചെയ്യാം, എന്നാ കേട്ടോ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. അതിന് ഞാൻ ഉദ്ദേശിച്ചാണ്, നിന്നെ തന്നെ ഉദ്ദേശിച്ചാണ് ഞാൻ അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. എൻ്റെ ഒരു ബുദ്ധി അതല്ല പോട്ടെ. നീ എന്തിനാ പറഞ്ഞോണ്ട് വരുന്നുണ്ട്? തിരുവനന്തപുരത്ത് നിന്ന് എന്തിനാ പറഞ്ഞേ, കേൾക്കാം. നിന്ന് അതല്ലെങ്കിൽ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും കോഴിക്കോട് നാട്ടിലേക്ക് വന്ന് യുക്തിവാദികളുടെ വീടുകളൊക്കെ വീഡിയോ പിടിച്ച് അവരുടെ വീട് നിൽക്കുന്ന ആ ലൊക്കേഷനുകളൊക്കെ വീഡിയോ പിടിച്ച് അവരുടേതായിട്ടുള്ള സൈറ്റിൽ ഇട്ടാൽ മതി. കാരണം പിന്നീട് യുക്തിവാദികളെ കൊല്ലണമെങ്കിൽ, അതല്ലെങ്കിൽ യുക്തിവാദികളെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തണമെങ്കിൽ ഈ മറ്റേ യുക്തിവാദികളാ? എടാ, നീ നിന്റെ വെപ്പാട്ടിയും സംഘിവാദികളല്ലേടാ. നീ എന്തിനാ യുക്തിവാദികളുടെ കുത്തകാവകാശം എടുക്കുന്നേ? യുക്തിവാദികളെ വീടും റിസൾട്ടും എടുത്തു കൊടുത്തുന്ന ആരിഫ് ഗിണ്ണ യുക്തിവാദിയാ? എന്ത് യുക്തിയോടെ അവനിരിക്കുന്നത്? അവൻ സംഘിയല്ലേ? അവൻ തീട്ട സംഘി. അവന് യുക്തിവാദിയാക്കിയ? ഓ, നിനക്ക് തോന്നാണൊക്കെ ആക്കുകയാണല്ലേ? വെപ്പാട്ടി പറഞ്ഞു തന്നായിരിക്കും ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. യുക്തിവാദികളോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു അങ്ങനെ ദേഷ്യമുള്ള ഒരൊറ്റ ടീമേ ഉള്ളൂ യുക്തിവാദികളോട് ദേഷ്യമുള്ളൂ. അതല്ലേ അവനല്ലേ ഗൗരി ലങ്കേഷിനും പിന്നെ പൻസാരയും ഡബോൾക്കറയും ഒക്കെ തട്ടിക്കളഞ്ഞത് സംഘികളാണ്. അവന്മാർക്കേ ദേഷ്യമുള്ളൂ. അവന്മാരെന്തായാലും നിന്റെ വെപ്പാട്ടിയും തട്ടാതെ സൂക്ഷിച്ചു. അവള് യുക്തിവാദി എന്ന് പറയുന്നത്, യുക്തിവാദി എന്ന് കേട്ടാലേ അവന്മാർക്ക് ഹാലളവെന്നാണ്. അതെന്തെങ്കിലും ആവട്ടെ. യൂട്യൂബ് സൈറ്റിൽ പോയാൽ മതി. അവ കൃത്യം യുക്തിവാദികളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അത്രയും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ സ്ത്രീയെ ഇറക്കി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് ആരെയാണ്, നിങ്ങൾക്ക് ഇത് ആരുടെ വീടാണ് നിങ്ങൾക്ക് ആവശ്യം, ആരുടെ ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് ആവശ്യം, എന്നിട്ട് ബന്ധപ്പെട്ടോളൂ, ഞാൻ കാണിച്ചു തരാം. നിന്റോടെ ബന്ധപ്പെട്ട നീ കാണിച്ചു കൊടുക്കുന്നുള്ളത് അവൾ കാമിത പറഞ്ഞായിരുന്നു. അല്ല ഉണ്ടേ വല്ല ആട്ടാറിശയെ ഓടിച്ച് നടന്നാ പോരായിരുന്ന? നീ എപ്പോഴാ ഈ യുക്തിവാദികളുടെ റിപ്പോർട്ടൊക്കെ എടുത്തു കൊടുക്കാനും മാത്രം യോഗ്യനായത്? പെണ്ണ് മുന്നിൽ നിന്നപ്പോ പ്രശ്ന. നിന്നെ പെറ്റതും ഒരു പെണ്ണാണ്, അതെനിക്കറിയാൻ വയ്യ, മറന്നുപോയ. നീ പെണ്ണുങ്ങളെ വലിപ്പിച്ച് ഊമ്പിച്ചും ജീവിച്ചു പോയി. അപ്പൊ ഈ പെണ്ണെന്ന് പറയുമ്പോൾ നിനക്ക് ഈ ഊമ്പിയ പെണ്ണുങ്ങളെയാണ് ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ച് കാമിതയും അതേപോലെ നിന്റെ പെണ്ണുമ്പിളയും. ഇത് രണ്ടും ഊമ്പിയ രണ്ടെണ്ണം. അത് കാണുമ്പോ നിനക്ക് പെണ്ണുങ്ങളെ മൊത്തം അടച്ചാശ വീണമെന്ന് തോന്നും. നിന്നെ പെറ്റതും ഇതുപോലെ ഒരെണ്ണം ആണെന്നുള്ളത് മറന്നുകൊണ്ട് കേട്ടോ, പെണ്ണ്. അപ്പോ ഹാരിഫ് ഹുസൈന്റെ വീടാണ് എന്ന് പറഞ്ഞ് ഈ സ്ത്രീ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അല്ല, ആരിഫ് ഹുസൈൻ നിന്റെ ആരായിട്ട് വരും? നീ എന്തിനാ ആരിഫ് ഹുസൈന്റെ കാര്യം പറയണേ? നീ നിന്റെ കാര്യം പറ. ഞാൻ നിന്റെ ലൊക്കേഷനിൽ കയറി കളിക്കുകയല്ലേ? അപ്പൊ നീ നിന്റെ കാര്യവും നിന്റെ വെപ്പാട്ടിയുടെ കാര്യം പറ. അത് നിന്റെ വെപ്പാട്ടിയുടെ ഇപ്പോഴത്തെ വെച്ചോണ്ടിരിക്കുന്ന ഹാരിസാണ്. അതുകൊണ്ടാണ് നീ ആരിഫ് ഹുസൈന്റെ കാര്യം പറഞ്ഞോണ്ട് വരുന്നേ. എന്തിനാണ് നീ എന്തിനാണ് അവനത് നാക്കില്ലേ? നീയാണ് ഇപ്പൊ അവന്റെ വക്താവ്. അത് മറ്റാരുടെയോ വീടാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഫാദർ വിറ്റുപോയ ഒരു വീടാണ്. അത് ഫാദർ വിറ്റുപോയതല്ലേടാ, അവൻ ജനിച്ചു വളർന്ന വീടല്ലേടാ. ഞാൻ അവൻ ജനിച്ചിടം തൊട്ടുള്ള സാധനമല്ലേ എടുത്തോണ്ട് വരൂന്ന് പറഞ്ഞത്. ഞാൻ വേറെ ആരുടെയെങ്കിലും വീട് കാണിച്ചു? അല്ലല്ല, ആരിഫ് കിണ്ണന്റെ തന്ത വിറ്റ പ്രോപ്പർട്ടി തന്നെയല്ലേ ഞാൻ കാണിച്ചത്. പിന്നെന്തുവാ? ഇപ്പോ എടുത്ത് ആരിഫ് ഹുസൈന്റെ വീടാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്തരം പമ്പര വിഡ്ഢികളല്ല ഈ യുക്തിവാദികൾ എന്ന് പറയുന്നത്. അവർക്ക് അവരെ സേവ് ചെയ്യാൻ അവർക്ക് നന്നായി അറിയാം, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ഈ വീട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സത്യം പറഞ്ഞ എനിക്ക് ചിരിച്ച് ഞാൻ ഊപ്പാടല്ലെങ്കിൽ. കാരണം ആരിഫ് ഹുസൈൻ നല്ലപോലെ ചിരിച്ചോ? നിന്റെ ഒടുക്കത്തെ ചിരികളെല്ലാം ചിരിച്ച് നീ തീർത്ത. നീ മോങ്ങാൻ പോണതേ ഉള്ളൂ. കണ്ടോളൂ നിങ്ങൾ. ഇതാണ് ആരിഫ് ഹുസൈന്റെ വീടാന്ന് പറഞ്ഞിട്ട്
ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കുഴപ്പം. ആരിഫ് ഹുസൈന്റെ വീടെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നതാടാ. അവന്റെ നാട്ടിൽ ഞാൻ എത്തിയെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ വീട് ആരിഫ് ഹുസൈന്റേതാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും പണം പറ്റാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിൽ വന്ന് പല മാളുകളിലും തെണ്ടിത്തിരിഞ്ഞ് റമദാൻ മാസത്തിൽ മക്കൾക്ക് ബിരിയാണിയും മന്തിയും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് മുസ്ലിം സഹോദരങ്ങളുടെ പണം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു ഫിറഔൻ എന്ന് തന്നെ പറയാം. ഫിറഔൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോ നമ്മുടെ ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ കോട്ടം സംഭവിപ്പിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഈ സ്ത്രീയുടെ ഈ വക്രബുദ്ധി എന്ന് തന്നെ പറയാം. കാരണം എടാ തക്കാളി എരുമയ്ക്കുണ്ടായ അലവലാതി ചോറെ, ഞാൻ കോഴിക്കോട് എത്തുന്നതിന് മുമ്പേ നിനക്ക് ഈ വെപ്രാളാണെങ്കിൽ നീ ഒരു ഡൈപ്പർ എങ്ങനെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നീ ഊപ്പാടഞ്ചും വരും നിന്റെ. അതെല്ലാം പോട്ട് നിന്റെ കൂടെ ഇരുന്ന് കൊണയടിക്കുന്ന അവളാണോ ഇസ്ലാമിന് ത്രെട്ട്, ഞാനാണോ? എനിക്ക് അവര് പൈസ തരുന്ന നിനക്ക് എവിടെ നോവുന്നടാ? ശരി, ഞാൻ പൈസക്ക് എൻ്റെ ജിപേ ഇട്ട് ഞാൻ പൈസ പിരിക്കുന്നു. അത് അവിടെ വരാനും എൻ്റെ പിള്ളേർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാനും അല്ലേ. നിന്റെ വെപ്പാട്ടി പൈസ പിരിക്കണ എന്തിനാടാ? കോണ്ടം വാങ്ങിക്കാനാ? അവക്ക് മോക്കും കോണ്ടം വാങ്ങിക്കാനായിരിക്കും അല്ലേ? വേറെന്തിനാടാ പൈസ പിരിക്കുന്നത്? സംഖ്യകളുടെ പൈസയാണെങ്കിൽ കൊള്ളാം അല്ലേ? മുസ്ലിങ്ങളുടെ പൈസ വരുമ്പോൾ എനിക്ക് എത്ര വേദനിക്കുന്നു. ഇവരിങ്ങനെ അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ആ ഒരു രൂപം തന്നെയാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അപ്പൊ ഇന്ന് ആരിഫ് ഹുസൈന്റെ വീടാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവർ വീഡിയോ സംപ്രേഷണം ചെയ്യുന്നു. നാളെ ജാമിദ ടീച്ചറുടെ വീടാണെന്ന് പറഞ്ഞ്. ജാമിദ ടീച്ചറാ? ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ ടീച്ചറടാ? അവള് ടീച്ചറാ? ഞാൻ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചെന്ന് പറയുന്ന നീ സലഫി സെന്റർ തന്നെ ഊറ്റുകുഴി എന്നല്ലേടാ തുടങ്ങിയത്. അവളെ സഹോദരി വന്നിട്ട് എൻ്റെ അടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് പോയെന്ന് ഞാനാണാടാ പറഞ്ഞത്. അവിടെ തലയ്ക്ക് വെളിവില്ലേ നിനക്ക്? ഊറ്റുകുഴി പോയത് നീ അറിഞ്ഞേക്കണ്. അവന്റെ കെട്ടിയവനെ കൊണ്ടാ, നിന്റെ വെപ്പാട്ടിയുടെ കെട്ടിയവൻ എൻ്റെ കൂടെ വന്നിരുന്ന് അവക്കിട്ട് താങ്ങിയേക്കുന്നു. അലിയെ ഞാൻ ഇനിയിപ്പം വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവന്നേണാ? ആണോ? ഒരൊറ്റ തള്ളാണ്. എന്തെങ്കിലും പറയട്ടെ. ഏതെങ്കിലും ഒരു വീടെടുത്ത് സംരക്ഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോ അതിന്റെ മുറ്റത്ത് നിന്ന് കണ്ട് കാളകോട വിഷമായ നിന്റെ വെപ്പാട്ടി ആ നിൽക്കുന്ന പിക്ചർ ഉൾപ്പെടെ എടുത്തിട്ടാൽ നീ സമ്മതിക്കുമോ? അതാവുമ്പോ നിനക്ക് വിശ്വസിക്കാൻ നല്ല സുഖം ഉണ്ടാവും അല്ലേ? വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ നടക്കുന്നവൻ ഈ സ്ത്രീ അവരുടെ വീടുകളാണ് എന്ന് പറഞ്ഞ് അവരുടെ ആ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ടെങ്കിൽ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ്. മുസ്ലിം സഹോദരങ്ങളോടുള്ള അവന്റെ സ്നേഹവും കരുണയും വാത്സല്യവും കണ്ടില്ലേ സുഹൃത്തുക്കളെ? പറയടാ. പിന്നെ ഈ സ്ത്രീ പറഞ്ഞു നടക്കുന്നത്, ഞാൻ എന്റെ കമ്മിറ്റിയിൽ, എന്റെ മക്കൾ ജീവിക്കുന്ന കമ്മിറ്റിയിൽ ഞാൻ കമ്മിറ്റിക്കാർ ചോദിച്ചപ്പോ എനിക്ക് അവരോട് എതിർത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം എന്റെ മക്കൾ ജീവിക്കുന്ന കമ്മിറ്റിയാണ്, അവർക്ക് ആ കമ്മിറ്റി വേണം. നിന്റെ മക്കൾക്ക് കമ്മിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് കമ്മിറ്റി വേണമെങ്കിൽ എന്തെന്താ മുസ്ലിങ്ങളാണെങ്കിലല്ലേ ഈ മുസ്ലിം ആ കമ്മ്യൂണിറ്റിയിലുള്ള കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് എന്നുള്ള ആ ഒരു രീതി വരികയുള്ളൂ. എന്റെ മക്കളുടെ കാര്യമാണോ പറയണേ? നിന്റെ മക്കൾ മുസ്ലിങ്ങളല്ല. എന്റെ മക്കൾ നിന്റെ മക്കളുടെ എന്റെ മക്കള് മുസ്ലിങ്ങളല്ല. ബാക്കി സുന്നത്ത് പോലും കഴിക്കാതെ നീ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല. നിന്റെ മക്കൾ എത്ര വലിയ മുത്തൻ കിളവന്മാരാണെങ്കിലും സുന്നത്ത് കഴിച്ച് കുണുവാവ ചെറുപ്പക്കാരൻ കാര്യം പറയണ. ചെറുപ്പക്കാരൻ എന്റെ കൊച്ചുങ്ങൾ കിളവൻ, ഇവൻ ചെറുപ്പക്കാരൻ കുണുവാവ. സുന്നത്ത് കർമ്മം കഴിച്ചതിന് ശേഷം ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കൊണ്ടുവരൂ. എന്നാലേ നിന്റെ മക്കൾ മുസ്ലിങ്ങളാവുകയുള്ളൂ. അതല്ലാതെ നീ എവിടുന്നോ ഉണ്ടാക്കിക്കൊണ്ടുവന്ന 2 പ്രോഡക്റ്റുകളെ
അത് മുസ്ലിമാണ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? നീ ചെയ്തു കൂട്ടുന്ന രീതികൾ. എടാ അഭിസാരിക പുത്ര, നിന്റെ ഉമ്മ പഞ്ചായത്തിൽ മലന്ന് കിടന്ന് നിന്നെ ഉണ്ടാക്കിയത് പോലെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് നീ ചിന്തിക്കല്ലേടാ. നിന്റെ ഉമ്മക്ക് അതായിരുന്നു പരിപാടി. വിരിച്ച് വെച്ച് കൊടുത്തിട്ട് ആവശ്യം പോലെ ഉള്ളിലേക്ക് ഏറ്റെടുത്ത് ഉണ്ടായതാണ് നീ. 16 ബീജം നിന്റെ ദേഹത്തുണ്ട്, കാണാനുണ്ട് കേട്ടോടാ. 16 കയറി ഇറങ്ങിയിൽ ഏതോ ഒരെണ്ണം ഓടിപ്പാഞ്ഞ് തള്ളയുടെ അണ്ടത്തിൽ കയറിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നീ എന്ന വേണം. പിന്നെ എൻ്റെ കൊച്ചുങ്ങളുടെ മതം അല്ലെങ്കിൽ എൻ്റെ മതം അത് നീ ഇപ്പം അന്വേഷിക്കേണ്ട. ഞങ്ങൾ ആരടുത്ത് വന്നിട്ട് ഞങ്ങൾ ഇസ്ലാമാണ്, ഞങ്ങളെ പിടിച്ചങ്ങ് തിന്നേ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ പേരിൽ ഇസ്ലാം ഉണ്ടെങ്കിൽ അതവിടെ ഉണ്ടാവും. ഞാൻ തട്ട വിടാതിരിക്കുന്ന ഓർത്ത് നീ പ്രയാസപ്പെടുന്നു, ഞാൻ ജീവിക്കുന്നത് ഓർത്ത് മുഴുക്ക കഷ്ടപ്പെടുന്ന വിഷമിക്കുന്നത് നീയും ആ പന്നത്തിയുമാണ്. എടാ നീയൊക്കെ എന്തുവാ ചെയ്യുന്നേ? അതല്ല അവിടെ നിൽക്കിട്ട് നിങ്ങൾക്ക് കമ്മിറ്റി ഉണ്ടല്ലേ? നിന്റെ കമ്മിറ്റിക്കകത്ത് കയറി നിന്നെ തോണ്ടി ഇച്ചിച്ചിയാക്കിയില്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ വിളിച്ചോ? നീ ഞങ്ങൾ ആരും മതം ഫോളോ ചെയ്യുന്നവരല്ല. എന്റെ ഹസ്ബൻഡ് മാത്രമാണ് മതം ഫോളോ ചെയ്യുന്നത്. എന്റെ മക്കൾ ആരും മതം ഫോളോ ചെയ്യുന്നെന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും മതം ഫോളോ ചെയ്യുന്നവരല്ല. എന്റെ ഹസ്ബൻഡ് മാത്രമാണ് മതം ഫോളോ ചെയ്യുന്നത്. എന്റെ മക്കൾ ആരും മതം ഫോളോ ചെയ്യുന്നെന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മക്കളാരും മതം ഫോളോ ചെയ്യുന്നുള്ള അമ്മ എവിടെയും പറയാത്തത് നിന്റെ വെപ്പാട്ടിയാണ്. ആദ്യം നീ നിന്റെ വെപ്പാട്ടിക്കുണ്ടായ 2 വിഷജന്തുക്കളും നിന്റെ 2 വിഷജന്തുക്കൾക്കും നീ ആദ്യം മതം പറഞ്ഞുകൊടു. എന്നിട്ട് അവരെ മതത്തിലേക്ക് എടുക്കാൻ നോക്ക്. അല്ല ഷെഫീനയുടെ മക്കളെ തലയിലേക്ക് നീ കയറണ്ട. ചെറുക്കൻ്റെ കയ്യെങ്ങാണം വന്ന് വീണ ട്രെയിൻ കയറിയണക്കായി പോകും നീ. അതിന് വഴി വെക്കരുത്. എന്തായാലും കോഴിക്കോട് ഞാൻ തനിച്ച് വരുന്നെന്നാണ് വിചാരിച്ചത്. അല്ലടാ, എൻ്റെ കുട്ടിയും കൂടെ വരുന്നുണ്ട്. നമുക്ക് അവിടെ വെച്ചൊന്ന് കാണാം. നിന്നെ അവനൊന്ന് കാണണമെന്നുള്ളത് എൻ്റെയും കൂടെ ആവശ്യമാണ്. മനസ്സിലായ? നീ തോന്നിവാസം പറയുമല്ലേ ചുമ്മാ അടങ്ങുന്ന പെണ്ണുങ്ങളെ നോക്കിയിട്ട്. എടാ എരപ്പേ, എടാ 2 വെച്ചുണ്ടാക്കുന്ന നീ കമ്മിറ്റിയിലാണെന്നെങ്ങാണം പറയുകയോ നിന്റെ മക്കൾ ഇസ്ലാം ആണെന്നെങ്ങാണം പറയുകയോ ചെയ്താ ആ കമ്മിറ്റിക്കാർ നേരിടാൻ പോകുന്ന എന്താണെന്ന് നീ കണ്ടോ? മൊത്ത കേരളത്തിലുള്ള കമ്മിറ്റിക്കാരെ ഇളകുമെന്ന് മാത്രമല്ല, ഈ പറയുന്നവരെ ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യും. മൊത്തത്തിൽ എല്ലാവരും കൂടെ നീക്കി അങ്ങ് നിർത്തും. നീയോ അവളോ വരി കെട്ടുന്ന ഒരു മഹല്ല് കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ മഹല്ല് കമ്മിറ്റി ഇസ്ലാമിൽ നിന്ന് ഔട്ടാണ്. ഇത് ഷെഫീനയാ പറയണേ. ഷെഫീന അത് സാധിച്ചിട്ടേ മാറുള്ളൂ. അച്ചസടാണ്. പിന്നെ നീ എന്തോ പറഞ്ഞേ? പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലടാ. ഞാൻ എന്തിനു വേണ്ടി ഇതിന് ഇറങ്ങുന്നു എന്നുള്ളതിന് ഞാനൊരു എക്സ്പ്ലനേഷൻ നിനക്ക് തരാം. നിന്റെ ഭാര്യയ്ക്ക് എന്തോ ഭയങ്കര പാണ്ഡിത്യമുണ്ടെന്ന് നീ പൊതുസമൂഹത്തിന് പറയുന്നുണ്ട്. അവളും പറഞ്ഞിട്ടുണ്ട്, നീയും പറയുന്നുണ്ട്. അവളുടെ പാണ്ഡിത്യം എന്താണെന്ന് അന്വേഷിച്ചു പോയത് ഞാനാണ്. കോന്നിയിലാ പോയത്. തുടക്കം എവിടെയാണോ, എവിടെ ജനിച്ചു, എവിടെ നിന്ന് നിനക്കൊക്കെ ഈ ഭ്രാന്ത് തുടങ്ങി, അവിടം തൊട്ട് അന്വേഷണം തുടങ്ങും. അവിടം തൊട്ടാ തുടങ്ങുന്നേ. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ എന്താണ് അവസ്ഥ, അതല്ല അന്വേഷണം. ആദ്യം തോന്നിൽ തുടങ്ങും. ഇത്തോളം 10ഓളം ആണുങ്ങൾക്കൊപ്പം രതിസുഖം അറിഞ്ഞ നല്ല ഫസ്റ്റ് ക്ലാസ് ബസ് സ്റ്റാൻഡ് കക്കൂസാണ് അവള് മാത്രമല്ല അവളുടെ ഉമ്മായും. അത് കൃത്യമായി എൻ്റെ അടുത്ത് ആളുകൾ വന്ന് പറഞ്ഞ് അവരൊക്കെ തന്നെ എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇരിക്കുന്നുമുണ്ട്. ഒരാളും പിരുത്തു പോയിട്ടില്ല, എല്ലാവരും അവിടെ ഉണ്ട്. ഈ 10 പേരിൽ 10 അതിനകത്തുണ്ട്. അപ്പോൾ അത്രയും പേര് ഓടിച്ച ഒരു വണ്ടിയെ നീ ചുമന്നുകൊണ്ട് ഗ്രീസ് അടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നീ അങ്ങ് നടന്നോ. അത് ഷെഫീനയുടെ തലയിലോട്ട് കയറാൻ നിൽക്കരുത്. നിന്റെ ചെവള ഞാൻ പൊട്ടിക്കും തക്കാളി. നിനക്ക് ഈ രാജ്യത്തെ നിയമമാണ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. മനസ്സിലായ? ചുമ്മാതെ ഇരുന്നു കൊണ്ട് കൊണ നിന്റെ തള്ളയെയും നിന്റെ ആ മറ്റേ വെപ്പാട്ടിയെയും ആ പന്നി പെണ്ണുമ്പുളയും പറയുന്നത് കണക്ക് ഷെഫീനായ നീ നീ ഇരിക്കുന്നതേ ഉള്ളൂ എൻ്റെ ഒന്ന് വാങ്ങിക്കാനൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞത് നിന്റെ വെപ്പാട്ടിയാണ്. നിന്റെ മക്കൾക്ക് എന്ത് മഹല്ല്? നിന്റെ മക്കൾ ഏത് മഹല്ലിലിരിക്കും? നീ ഭയങ്കര വിശ്വാസി എന്നല്ലേ പറഞ്ഞത്? അവളും അത് തന്നെ പറയണം, നീ വിശ്വാസിയാണ്. നിന്റെ വിശ്വാസം എവിടെയാടാ? സ്വന്തം പെണ്ണുമ്പുള എന്നും പറഞ്ഞ് കൊണ്ട് നടക്കുന്ന വെപ്പാട്ടിക്ക് പോലും മതം പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത അവൻ എന്നെ മതം പഠിപ്പിക്കാൻ വരുന്നു. നീ ആദ്യം ആ പൂമോക്ക് പഠിപ്പിച്ചു കൊടു മതം എന്താണെന്ന്. ഇസ്ലാമിൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. വ്യഭിചരിച്ച് നടക്കുന്നവർക്ക് ഇസ്ലാമിൽ യാതൊരു വാല്യൂവും ഇല്ല. കണ്ടവന്റെ പണവും കണ്ടവന്റെ ഭർത്താവിനെയും ഒക്കെ അടിച്ചു മാറ്റി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വൃത്തികെട്ട സത്വങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു മൂല്യവും കൊടുക്കുന്നില്ല. അത് ഇസ്ലാം തന്നെയാ പറയുന്നത്. പിന്നെ ഞാനാണോ അല്ലയോ? എടാ അതാണ് നിന്നെ കണക്ക്. ഞാൻ ദാ ഇവിടെ പോണ്ടേ, ഞാൻ ദാ അവിടെ പോണ്ടേ. നീ തിരുവനന്തപുരത്തോട്ട് വാടാ. നീ കോഴിക്കോട് കിടന്ന് ഞൊളയാതെ. ഷെഫീന നിന്റെ ലൊക്കാലിറ്റി കയറി പിക്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തതുപോലെ ഇരിക്കും. അത് മാത്രവുമല്ല, ഐ ആം കമ്മിങ് ഫോർ യു. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ തിരുവനന്തപുരത്ത് ഊറ്റുകുഴി അവൾ പറഞ്ഞ സ്ഥലത്തല്ലേ പോയത്? കോന്നി അവൾ താമസിച്ച സ്ഥലത്തല്ലേ പോയത്? അവളുടെ സിസ്റ്റേഴ്സിന്റെ എല്ലാവരുടെയും വോയിസ് എടുത്തിട്ടില്ലേ? ഇതൊക്കെ കളവാണെന്നാ നീ പറയണേ?
അവളുടെ സഹോദരിയുടെ ഭർത്താവല്ലേ പറഞ്ഞത് അവളെ കൂട്ടുന്നില്ല എന്ന്. പിന്നെന്താ വേണം? പാളയം ഇമാമിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് നിൽക്കുന്നത്. എനിക്ക് അയാളെ കാണണം. ഞാൻ അയാളെ അദ്ദേഹം എന്ന് വിളിക്കുന്ന എപ്പോഴെന്നറിയാമോ? ഇവളുടെ കുടുംബത്തിലുള്ള എല്ലാ കൃമികീടങ്ങളെയും അവളിൽ നിന്ന് മോചിപ്പിച്ചാൽ മാത്രം പള്ളിയിൽ അവരിയ്ക്കും. അല്ലാച്ചാൽ ഞാൻ പാളയം ഇമാമനെ പോലും അദ്ദേഹം എന്ന് പറയത്തില്ല, അയാളെന്നേ പറയുള്ളൂ. അത്ര വാശിയില്ല ഞാൻ. നീയൊക്കെ ഇതേപോലെ നാട്ടുകാരെ പറ്റിച്ച് ജീവിച്ചോ. ഇസ്ലാമിനെ അവഹേളിച്ചാണ് നീ വിമർശിക്കുന്നത്. അവക്ക് നേരെ ചെവ്വേ ഖുറാൻ അറിയത്തില്ല, അവക്കൊരു വാഴ അറിയത്തില്ല. ഈ സംഖ്യകൾ പറഞ്ഞു കൊടുക്കുന്ന സാധനം എടുത്തു വെച്ചുണ്ടാക്കി അതിന്റെ പേര് കേട്ട് അതിൽ നിന്നുണ്ടാക്കിയ വരുമാനം കൊണ്ട് തീട്ടം നിന്ന് ജീവിക്കുന്ന 2 തീട്ടം തീനികള് പുതിയ ഇതും ഉണ്ടാക്കി വെച്ചിട്ട് ഷെഫീനയുടെ തലയിലോട്ട് കയറാൻ പോണ. എന്തായാലും എൻ്റെ മോൻ വഴി ഒരു 3 സാധനം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. സ്ട്രൈക്കാ വാങ്ങി പുഴുങ്ങി തിന്ന്. എൻ്റെ 4K ചാനൽ നീ വാങ്ങിച്ചങ്ങ് അണ്ണാക്കി വെച്ചോ കേട്ടാ. ആ സ്ട്രൈക്ക് ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ വെച്ച് കളിക്കുക. അതെല്ലാം ഫോട്ടോടാ. 2 ഫോട്ടോ എൻ്റെ ഒന്ന് മനസ്സിലായി. നടുക്കിരിക്കുന്നത് എൻ്റെ ഉമ്മയാണോ അതേ നിൻ്റെ വെപ്പാട്ടിയാണോ? അവർ രൂപം മാറുമ്പോൾ അങ്ങനെയാണോ ഇരിക്കുന്നത്? നിൻ്റെ ഉമ്മയുടെ ഫോട്ടോയാണോ അതേ നിൻ്റെ വെപ്പാട്ടിയുടെ? എൻ്റെ ഉമ്മയെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം നിനക്ക് അവരെ പട്ടി വിലയല്ലേ. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവൻ്റെ ടിന്നിനകത്ത് അടച്ചിട്ടിരുന്ന പെണ്ണുമ്പുളെ ഇവൻ കൊണ്ടുപോയി വേറൊരിടത്ത് സെക്യൂറാക്കി വെച്ച് ഞാൻ ചെന്നെത്തൂന്ന് മനസ്സിലായുണ്ട്. നീ ഇങ്ങനെ പേടിക്കല്ലേടാ, നീ ഇങ്ങനെ പേടിക്കാൻ അടി വെട്ടാൻ പോയതേ ഉള്ളൂ. അടി ഇനി എത്ര ബാക്കി കിടക്കണം നിനക്ക് വല്ല രൂപമുണ്ടോ? ചെസ്റ്റ് നമ്പർ 2 ഞാൻ തൂക്കൂന്ന് പറഞ്ഞാൽ ഞാൻ തൂക്കും. ചെസ്റ്റ് നമ്പർ 3 അവിടെ കിടന്ന് ഞൊളയുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഞാൻ യുക്തിവാദികൾ നിന്റെ അറിവിലേക്കായിട്ട് പറയാം. എന്നെ ഈ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചതേ യുക്തിവാദികളാണ്. അതെനിക്കറിയില്ലല്ലേ? എന്നാൽ അത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നു. ഈ കൊട്ടേഷൻ ഞാൻ ഏറ്റത് തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, യുക്തിവാദികൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ റിക്വസ്റ്റ് ആയിരുന്നു. ഇസ്ലാമിയർ മുസ്ലിങ്ങളെ ഏറ്റവും അധികം വെറുക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന യുക്തിവാദികളാണ്. യുക്തിവാദികൾ അവരുടെ ശത്രുവല്ല, യുക്തിവാദികളല്ല ഇതൊന്നും. ഇവരൊക്കെ ഫേക്ക് യുക്തിവാദികളാണെന്നും അത് കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കണമെന്നുള്ള അവരുടെ റിക്വസ്റ്റാണ് ഞാൻ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്ലാമിയർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ട് ഞാൻ നിനക്ക് കേൾപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ആ സപ്പോർട്ട് ഒന്ന് കേൾക്കാം. സോറി ബ്രോ, ഞാനതൊന്ന് പ്ലേ ചെയ്യാണ്. നിങ്ങളുടെ പെർമിഷൻ ഇല്ല, ബട്ട് പ്ലീസ്. മാസത്തിൽ പ്രിയപ്പെട്ട സഹോദരി സഫീന ബീവിക്ക് ആത്മാർത്ഥമായി കാരുണ്യവാനും നീതിമാനും കരുണക്കടലുമായ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പടച്ചവനെ ഒരുപാട് ആഫിയത്തുള്ള ആരോഗ്യം ദീർഘായുസ്സും പ്രിയപ്പെട്ട സഹോദരിക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചും പരിശുദ്ധ ഖുർആനെ കുറിച്ചും ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ നൽകുന്ന സ്ഥാനത്തെക്കുറിച്ചും ഘോരമായി ശബ്ദിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഫീന ബീവി എന്ന ആ ഇസ്ലാമിന് വേണ്ടി ഗർജിക്കുന്ന, ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി ഘോരമായി അതിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന സഫീന ബീവിക്ക് ഒരുപാട് ദീർഘായുസ്സും ആഫിയത്തുള്ള ആരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആമീൻ. ഈ പരിശുദ്ധ റമളാനിൽ ഞങ്ങളുടെ ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനക്കും ജാമിദ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൾക്കും ലിയാഖത്ത് എന്ന് പറയുന്ന വൃത്തികെട്ടവനും ഇസ്ലാമിനെ കുറിച്ച് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പഠിപ്പിച്ച് ഇസ്ലാം ഇങ്ങനെയാണ്, പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ്, പരിശുദ്ധ ഖുർആൻ ധൈര്യമുണ്ടെങ്കിൽ കത്തിക്കടോ, ധൈര്യമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് കത്തിക്കാൻ പറയുന്നതിന് പകരം നീ കത്തിക്കടോ, അതിന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഇന്ന് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വനിതാമണി, ഒരു പ്രിയപ്പെട്ട സഹോദരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. അങ്ങനത്തെ ഞങ്ങളുടെ സഫീന ബീവി എന്ന സഹോദരിക്ക് അള്ളാഹുവേ നീ ഒരുപാട് ആരോഗ്യം ദീർഘായുസ്സും അതിനുള്ള കരുത്തും അതിനുള്ള ആർജവും നൽകണേ അള്ളാഹ്. പടച്ചവനെ നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. ഇസ്ലാമിലെ പെണ്ണുങ്ങൾ, ഇസ്ലാമിലെ സ്ത്രീകൾക്കുള്ള സ്ഥാനം എത്രയെന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിൽ സ്വന്തം മാതാവ് വിളിച്ചാൽ വിളി കേൾക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത്രക്കും സ്ഥാനമാണ് ഒരു സ്ത്രീക്ക് ഇസ്ലാമിലുള്ളത്. ഉമ്മയാണ് വിളിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും ആ സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാളും നിർബന്ധമായും മടക്കേണ്ടത് ആ ഉമ്മാക്ക് ഉമ്മാടെ വിളിക്ക് ഉത്തരമാണ് നൽകേണ്ടത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം മതമാണ്. ഉമ്മാന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അങ്ങനത്തെ ആ ഇസ്ലാമിനെ കുറിച്ച് മോശമായി ചിത്രീകരിക്കുമ്പോൾ അതിന് ഘോരമായി ശബ്ദിച്ച് മറുപടി കൊടുക്കുന്ന സഫീന ബീവിക്ക് ഒരുപാട് നല്ല സന്തോഷവും സമാധാനവും നൽകണേ, ആരോഗ്യം നൽകണേ, ദീർഘായുസ് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വോയിസ് നീണ്ടുപോകുമെന്നുള്ള ഭയത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. ഓക്കെ സഫീന ബീവി. ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് അവിടുന്ന് ഓരോരുത്തരായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ സന്തോഷത്തിൽ അവരെനിക്കൊരു തുകയും തരുന്നുണ്ട്.
ഞാൻ വളരെ സന്തോഷത്തിൽ അത് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. നിനക്കിട്ടുള്ള പണിക്ക് ഈ പറയുന്ന വക്കീലിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റും അവർ തന്നെ സ്വരൂപ് കൂട്ടുന്നു, അവർ തന്നെ കൊടുക്കുന്നു, അവർ തന്നെ വക്കീലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, അവർ തന്നെ ചെയ്യുന്നു. ഞാനൊരു റീസൺ മാത്രമാണ്, ഒരു കോസ്, അത്രയേ ഉള്ളൂ. ബാക്കി അവരുടെ നാവാണ് സംസാരിക്കുന്നത്, അവരുടെ ബുദ്ധിയാണ് സംസാരിക്കുന്നത്. ഞാൻ ചെയ്യാൻ ഇറങ്ങിയത് യുക്തിവാദികളെ അപമാനിക്കുന്ന നീയൊക്കെ കപട യുക്തിവാദികളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ഉദ്യമത്തിലാണ്. യുക്തിവാദികൾക്ക് ശരിക്ക് പറഞ്ഞാൽ ഒരുപാട് എഫർട്ടുണ്ട് അവർ ആ പൊസിഷനിലെത്താൻ. പഠനങ്ങൾ വേണം, എല്ലാത്തിനെയും അനലൈസ് ചെയ്യും, എല്ലാം വിമർശിക്കും, എല്ലാത്തിനെയും അപഗ്രഥനം നടത്തി ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഒരാൾ യുക്തിബോധത്തിലേക്ക് പോകുന്നത്. ഒരാൾ യുക്തിവാദിയായാൽ അയാൾക്ക് റിട്ടേണിങ് ഉണ്ടാവില്ല. അങ്ങനെ റിട്ടേൺ ചെയ്താൽ അവൻ പഠിച്ച യുക്തിവാദം 0 ആണ് എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇതാരുടെ കൊട്ടേഷൻ ആണെന്ന് എനിക്ക് ഏകദേശം ബോധ്യപ്പെട്ടില്ലേ? പിന്നെ കാണിച്ച വീട്, ഞാൻ കാറോ വീടോ കോറോ ഒക്കെ കാണിക്കട്ടെ. നിനക്കും ആരിഫിനും എവിടെ തിളയ്ക്കുന്നു? എന്താ ഒരു ഇളക്കം? പാമ്പേഴ്സ് വേണോ? ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ കോഴിക്കോടുള്ളവർ ഒരു പാക്കറ്റ് പാമ്പേഴ്സ് അവന് വാങ്ങിച്ചെത്തിച്ചു കൊടുക്കുക. അവൻ എന്നെ ചിന്തിക്കുന്നത് തന്നെ പ്രശ്ന ഒലിക്കുക. അപ്പോൾ പാമ്പേഴ്സ് കിട്ടിക്കൊണ്ട് നടക്കട്ടെ. പിന്നെ പാരഡൈസ് നിന്ന് പാരഗൺ റെസ്റ്റോറൻറ്റാ. എടാ, ഞാൻ പാരഗൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ എനിക്ക് പിരിക്കണ്ട. നല്ല പോലെ സമ്പാദിച്ചിട്ടുണ്ട് എൻ്റെ പൂർവ്വപിതാക്കളും ഞാനും ഉൾപ്പെടെ, നല്ല പോലെയുണ്ട്. അങ്ങനെ അനാമത്തായി പൈസ കൊണ്ട് കളയുന്ന ഇനത്തിൽപ്പെട്ടതല്ല ഞാൻ. എനിക്ക് ലക്ഷം രൂപയുണ്ടെങ്കിലും കോടി രൂപയുണ്ടെങ്കിലും അമ്മാതിരി തോന്നിവാസത്തിൽ പണം കൊണ്ട് കളയുന്ന ഒരു സ്ത്രീയല്ല ഞാൻ. നീ നിൻ്റെ കാര്യമായിരിക്കും പറഞ്ഞത്. നൊയമ്പ് സമയത്ത് പോയി ഫുഡ് കഴിക്കുന്നു എന്നുള്ളത്. നൊയമ്പ് എല്ലാവരോടും പിടിക്കാൻ പടച്ചോൻ പറഞ്ഞിട്ടില്ല. ചിലർക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, അവർക്കത് പറ്റത്തില്ല. അതുകൊണ്ട് അവരെ മതത്തിൽ നിന്ന് കളയാറില്ല. തലയിൽ തട്ടം അത് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി, അത് ഞാനാ തെളിവ്. തലയിൽ തട്ടമിട്ടില്ലെങ്കിൽ കഴുത്ത് വെട്ടുന്ന ഇസ്ലാം എന്ന് നീ പറയുമ്പോൾ നീ ആദ്യം തട്ടമിടിക്കാൻ നോക്കേണ്ടത് നിന്റെ വെപ്പാട്ടിയാണ്. അവൾക്ക് ആദ്യം തട്ടം ഇട്ടുകൊടുക്കും, അവളെ മര്യാദയ്ക്ക് നടത്താനുള്ള വഴി ആലോചിക്കും. കൂടെ വെച്ചോണ്ടിരിക്കുന്ന നീ ഏത് വകയിലുണ്ടാ ഇസ്ലാം? മുഹമ്മദ് നബി പറഞ്ഞോ കണ്ടവളുമാരെ എല്ലാം ചേർത്ത് പിടിച്ച് വെച്ചോണ്ടിരിക്കാൻ? ഇല്ലല്ലോ. നീ ഇസ്ലാമിൻ്റെ വക്താവാണെന്ന് പറയില്ല, ആ ഇസ്ലാം ഷെയിംഫുള്ളാണ്. അത്രത്തോളം നാണം കെടുന്നൊരു സാധനമാണ് നീ ഇസ്ലാം എന്ന് പറയണം. നിങ്ങൾ 6 പേർ, മറ്റതും കൂടെ കൂട്ടി 7 പേര് ഇസ്ലാം എന്ന് പറയരുത്. നീ ഇസ്ലാം അല്ല എന്നുള്ളത് ഞാൻ വ്യക്തമായി തെളിയിക്കും. കള്ളു കുടിച്ച് വ്യഭിചരിച്ച് പോക്കറ്റ് അടിച്ച് നടക്കുന്ന നിനക്ക് എന്ത് ഇസ്ലാം? ഹൗ ക്യാൻ യു സേ ദാറ്റ് യു ആർ ഇസ്ലാം? ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. കൂടെ നടക്കുന്നവൾ വെറും 10ാം ക്ലാസ്സുകാരിയാണോ? ധർമ്മക്കെട്ട് കെട്ടി ഒരു മനുഷ്യനെ ചതിച്ച് 2 വർഷത്തോളം അയാളെ പണിയെടുക്കാൻ, അതായത് ഓവർ ടൈം വർക്ക് ചെയ്ത് കടം വീട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച വെറും അപ്പിസാരികയാണ് നിന്റെ കൂടെ ഇരിക്കുന്നത്. ആ കുട്ടികളോടൊരു കൺസേൺ ഉണ്ട്, അത് അലിക്കാക്ക് കൊടുത്തൊരു വാക്കായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അതും പക്കാ പറയും. അവൾക്കൊപ്പം ജീവിക്കുന്നിടത്തോളം ആ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു ലൈഫില്ല. നിങ്ങൾ പറയുന്ന കണക്ക് തീവ്രവാദികളാണ് ഇസ്ലാം. അവരെ തീവ്രവാദം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, വെറുതെ വായ്ത്താളോലേ നിങ്ങൾ പറഞ്ഞോളൂ. അവർക്ക് തീവ്രമായ വാദമുണ്ട്. ആ പറയുന്ന വാദം ഇസ്ലാമിയത്താണ്. അതനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാൽ മതിയടാ, ഇല്ലെങ്കിൽ നീ അതിനകത്ത് നിൽക്കണ്ട, ഇറങ്ങിപ്പോന്നാ പറയുന്നേ. ഇറങ്ങിപ്പോടാ, വെപ്പാട്ടിയെ വിളിച്ചോണ്ട് ഇറങ്ങിപ്പോ. അല്ലാതെ ഷെഫീനായ മതം ഉണ്ടാക്കാൻ നീ വരണ്ട. ഷെഫീന ജനിച്ച വീട് ഏതാണ്? പള്ളിവിളാകത്ത് ഹൗസ്, സുൽത്താൻ കുടുംബം. അവിടുന്ന് കൊടുവേലിക്കോണം ജമാഅത്തിൽ നിന്ന് ഷെഫീനയുടെ മെമ്പർഷിപ്പ് നീ ഇന്നെടുത്ത് മുറ്റത്തിറക്ക് കാണിച്ചതാ. എന്നിട്ട് നീ സംസാരിക്കുക. ഷെഫീന പറഞ്ഞതിലോ പ്രസ്താവനയിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ജമാഅത്തിൽ നിന്ന് എൻ്റെ മെമ്പർഷിപ്പ് കട്ട് ചെയ്യാനുള്ള ആംബിയർ നിനക്കെന്നല്ല ഈ ഭൂമി മലയാളത്തിൽ ഒരുത്തർക്കും ഇല്ല. മനസ്സിലായല്ലേ? അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നിനക്കങ്ങനെ ജമാഅത്ത് എടുത്ത് പറയാനുണ്ടോ? ഇല്ലല്ല. കാപ്പാട് അത് ഞങ്ങൾ ഉടനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത വീഡിയോസിൻ്റെ ജെനുവിനിറ്റി, ക്രെഡിബിലിറ്റി അത് നീ ചോദ്യം ചെയ്യണ്ട. ഊറ്റുകുഴിന്ന് നിന്റെ വെപ്പാട്ടിയല്ലേ പറഞ്ഞത്? ഊറ്റുകുഴിയിലെ ഉസ്താദ് പറഞ്ഞത് നീ കേട്ടില്ലേ? എൻ്റെ ഭർത്താവ് കഞ്ചാവടിച്ച് എൻ്റെ മോളെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ കൊണ്ടുവന്നിരുത്തിയിട്ട് എൻ്റെ കുട്ടികളൊന്ന് കാണിച്ചെങ്കിലും താടി എന്ന് ചോദിപ്പിച്ചതോ? അപ്പോൾ എൻ്റെ ക്രെഡിബിലിറ്റി നീ ചോദ്യം ചെയ്യണ്ട. അതുമാത്രമല്ല, നീ ഏതൊക്കെ കേസുകളിൽ പ്രതിയാണ്, എവിടെയൊക്കെയാണ് എന്നുള്ളതും കൂടെ ഞാൻ കൊണ്ടുവന്നിടുന്നുണ്ട്. നീ എവിടെ കൊണ്ട് ഒളിച്ചു വെച്ചാലും, നീ എവിടെ കൊണ്ട് മൂടി പൊതിഞ്ഞ് വെച്ചാലും ഷെഫീന വലിച്ച് താഴെ ഇടൂടാ. പേര് മറന്നു പോണ്ട, ഷെഫീന. ഓക്കെ, റെസ്റ്റ് ഇൻ പീസ്ലെസ് എന്ന് വെച്ചാൽ എന്തെന്നറിയാമോ?
സമാധാനമില്ലാത്തൊരിടത്ത് പോയിരുന്ന് റെസ്റ്റ് എടുത്തോന്ന്. ഞാൻ വരുന്നു അങ്ങോട്ട്, വെയിറ്റ് ചെയ്യണേ, ഞാൻ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതിയെന്ന്. തിരുവനന്തപുരത്തേക്കുന്ന ഞാൻ അവിടെ ഉണ്ടെന്ന് വായ്ത്താളം അടിക്കുന്ന വായ്നാറി. നീ ഇപ്പോൾ പറയും ഞാൻ വണ്ടി ഇരുന്ന് വീഡിയോ ചെയ്തുകൊണ്ട് ചുമ്മാ നുണ പറയണമെന്ന്. അല്ല, ഞാൻ എവിടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ ലൈവ് ഇട്ട് നിനക്ക് ബോധ്യപ്പെടുത്തി തരുന്നതായിരിക്കും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. കുറേ അധികം പറയാനുണ്ടായിരുന്നു. വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എനിക്കിപ്പോൾ ഇത് കുറച്ച് വോയിസ് മാത്രം എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നുകൊണ്ട് നിന്റെ വീഡിയോ ഞാൻ പെർഫെക്റ്റ്ലി കാണുന്നുണ്ട്. കണ്ട ശേഷം നിനക്കൊരു മരുന്ന് ഞാൻ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെക്ക് ജസ്റ്റ് നമ്പർ 2.